ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ തോമസ് ഇതിൻ പറഞ്ഞ പോലെ തന്നെ ആ വലിയൊരു രഹസ്യക്കൂട്ട് അനന്തവും സാഗറും മാർക്കോയും കൂടെ ചേർന്നിട്ട് കണ്ണന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മാർക്കോയും അനന്തവും കൂടെ അത് കണ്ണൻ്റെ കാലുകളിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണന് എത്രയും പെട്ടെന്ന് മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തത് തന്നെ. കണ്ണനും ഇപ്പം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ. പണ്ട് കണ്ണന് അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണൻ്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ണ് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് കണ്ണൻ പൂർണ്ണമായും വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി വലിയൊരു ആഗ്രഹം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തോമസ് ഇതിൻ്റെ മരുന്നുകൾ എന്തായാലും കണ്ണന് വലിയധികം മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് കണ്ണന് ഇപ്പോൾ നന്നായിട്ട് വിശ്വാസം ഒക്കെ ഉണ്ട്. അന്ന് മാർക്കോയും മരുതും കൂടെ കണ്ണൻ്റെ കാലുകളിൽ ഒഴിച്ചു കൊടുത്ത ആ മരുന്നിൻ്റെ ഒരു വലിയൊരു കൂട്ട് ഇന്ന് കണ്ണൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക, അത് കണ്ണന് അത്രയും കാലം കണ്ണൻ്റെ കാലുകൾ ചലിക്കാതിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കൂട്ട് വെച്ചാൽ കണ്ണൻ്റെ കാലുകൾ ചലിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അനന്തവും മാർക്കോയും കണ്ണൻ്റെ ഇടവും വലുവായിട്ട് കിടക്കുന്നത് തന്നെ. കണ്ണൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കണ്ണനാണെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തോമസ് ഇതിൻ കണ്ണൻ്റെ അരികിലെത്തിയിട്ട് പറയുന്നുണ്ട്, നിന്റെ കാലുകൾക്ക് ചലനശേഷി ലഭിക്കാൻ ഇനി അധിക താമസമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ ശരീരങ്ങളിൽ അത്ഭുതങ്ങളാണ് കണ്ണാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഇത്രയും അധികം നിന്റെ കാലുകൾക്കും കൈകൾക്കും ചലനശേഷി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. എന്നാലും ഈ കാലത്ത് നിന്റെ ഭാര്യയെപ്പോലെ ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയത് നിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ശ്രമിക്കില്ലായിരുന്നു കണ്ണാ. അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ വെറും ഒരു ജീവശലം പോലെ നിൻ്റെ വീട്ടിൽ തന്നെ കിടന്നേനെ എന്നൊക്കെ നമ്മുടെ തോമസ് ഇതിൻ പറയുന്നുണ്ട്. ഈ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരെ വിട്ട് വേറെ വേറെ സുഖം തേടി പോകുന്ന ഈ ഒരു കാലത്ത് നിൻ്റെ ഭാര്യ നിന്നെയാണ് സ്നേഹിച്ചത്, നിനക്ക് വേണ്ടിയാണ് അവൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തോമസ് ഇതിനാണെങ്കിൽ. അപ്പോൾ തോമസ് ഇതിനോട് കണ്ണം പറയുന്നുണ്ട്, തോമസ് ഇതിൻ പറഞ്ഞത് വളരെയധികം ശരിയാണ്. അവളെപ്പോലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോലും ആഗ്രഹിച്ചത് എന്ന് കണ്ണൻ തോമസ് ഇതിനോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ തോമസ് ഇതിൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മായിയമ്മയുടെ പിറന്നാളാണല്ലോ ഇന്ന്, മഹാലക്ഷ്മിയുടെ അമ്മയുടെ. അതുകൊണ്ട് നീ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ലേ കണ്ണാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അവിടെ അവർ ആരും ഇന്ന് വരെ അമ്മയുടെ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു പിറന്നാൾ ഞങ്ങൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നതൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മോഹിനിയും കൊണ്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മയെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ. അങ്ങനെ ദൈവങ്ങളോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ ഈ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ കണ്ണേട്ടന് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കണ്ണേട്ടനൊന്ന് എഴുന്നേറ്റ് നടന്നാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ. മോഹിനി പറയുന്നുണ്ട്, അവളുടെ അമ്മയല്ലേ ഞാൻ, എൻ്റെ പിറന്നാൾ ദിവസം പോയും കരുണ ഒന്ന് അമ്പലത്തിൽ പോലും എൻ്റെ കൂടെ വന്നില്ലല്ലോ മോളെ എന്നൊക്കെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മേ, കാരണം അവളെ വളർത്തിയത് നമ്മളൊന്നുമല്ലല്ലോ, അവളുടെ അച്ഛനും അമ്മമ്മയും ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഉള്ളിലും ഇത്രയും ദുഷിപ്പും ഇത്രയും കള്ളങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉള്ളത്. എന്തായാലും അമ്മ വളർത്തിയ ഞാൻ ഇപ്പോൾ എത്ര നല്ലവണ്ണമാണ് ജീവിക്കുന്നതെന്ന് അമ്മ കാണുന്നുണ്ടല്ലോ. അവളെ വളർത്തിയ രീതി മോശം രീതി ആയതുകൊണ്ടാണ് അവളിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചും ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചും മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കിയും അവളിങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മോഹിനിയോട്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അമ്മ ഈ ഒരു സമയത്തെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും കണ്ണേട്ടൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും, ഇന്ന് രാത്രി തന്നെ വരുമെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നമ്മുടെ മോഹിനിയുടെ അടുത്താണെങ്കിൽ. അപ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു രംഗം തന്നെയാണ് നമ്മുടെ തോമസ് ഇതിന് കാണുന്നത് തന്നെ. തോമസ് ഇതിന് ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം കണ്ണനാണെങ്കിൽ ഓരോ സെക്കൻഡും കണ്ണൻ്റെ ശരീരം അത്ര പെട്ടെന്നാണ് മരുന്നുകളായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത്. അതിലേറെ സന്തോഷിക്കുന്നുണ്ട് സാഗറും എല്ലാവരും കൂടെ തന്നെ. കാരണം മഞ്ജു ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണനെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. മുമ്പ് സാഗറും മഞ്ജുവും ഒക്കെ ഇങ്ങനെ കണ്ണനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ. അങ്ങനെ സാഗർ അവിടെ നിന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നത് കണ്ണൻ കാണുന്നുണ്ട്. അപ്പോൾ തോമസ് ഇതിനോട് നമ്മുടെ സാഗർ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ മഞ്ജു അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം എന്നാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയും നിൻ്റെ പ്രാർത്ഥനയൊന്നും എനിക്ക് വേണ്ട സാഗറെ, എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണനോട് സാഗർ പറയുന്നുണ്ട്,
അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല സാറേ. അവൾ പറയുന്നുണ്ട് എപ്പോഴും കണ്ണേട്ടൻ എപ്പോഴും എഴുന്നേറ്റ് നടക്കണമെന്ന്. അതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തോമസുദേവൻ പറയുന്നുണ്ട്, കണ്ണാ അവൻ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നീ ഇങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടാൻ പാടില്ല. നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പെടുന്ന ഒരു കാര്യമാണ് ഇപ്പം നിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കുക എന്നുള്ള രീതിയിൽ തോമസുദേവൻ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാർക്കോയോടും അനന്തുവിനോടും പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. മേഘനാഥനാണെങ്കിൽ അങ്ങനെ 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തന്നെ. മേഘനാഥൻ്റെ കണ്ണിലേക്ക് ഇഞ്ചിയും മുളകും ചേർന്ന് കൂട്ടിയ എരിവേറിയ ഒരു വലിയൊരു വിശക്കൂട്ട് തന്നെയാണ് നമ്മുടെ മേഘനാഥൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ സാഗർ. അങ്ങനെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആൾക്കാരെ ഞാൻ തകർക്കും, എന്തായാലും എൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു. അങ്ങനെ മേഘനാഥൻ ഇനിയിപ്പോൾ 8ൻ്റെ പണികൾ കണ്ണന് കൊടുക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരീസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. അപ്പോൾ മറ്റൊരു പ്രമായിട്ട് കാണാം. അപ്പോൾ ബൈ.